അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, എൻ്റെ ഒരു ഗാർഡൻ്റെ കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ. അപ്പോൾ കുറേ ചെടികളുണ്ട്, പുതിയതായിട്ട് ഞാൻ നട്ടതും കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫുള്ള് ഒരു വ്യൂ. അപ്പോൾ നമ്മുടെ പഴയ ഒരു തറവാട് വീട് പോലത്തെ വീട് എന്ന് പറയാം. ഇപ്പോൾ കണ്ണൂർ ഏരിയാസിലെല്ലാം കൂടുതലായിട്ടും ഇതുപോലെയുള്ള വീടുകളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഒരു 2 നില വീട്, മുകളിൽ തന്നെ നമുക്ക് 3 ബെഡ്റൂമും അതുപോലെ ഒരു ഹാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശാലമായ വരാന്ത അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അടിപൊളി വീടാണ്. അപ്പോൾ വീടിൻ്റെ ഇപ്പോൾ ചെടികൾ അങ്ങോട്ട് നോക്കണ്ട, അവിടെ അമ്മേൻ്റെ സാരി മാറിയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്, അവിടെ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഗാർഡൻ വീഡിയോസ് എല്ലാം കുറേ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന, അല്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ റീപോർട്ട് ചെയ്ത ചെടികളാട്ടോ. അപ്പം ഞാനുള്ളത് ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ ഗാർഡൻ നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് ചെടികൾ പോവാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ പക്ഷിക്കുട്ടന്മാർ ഇവരെ കാണിക്കാണ്ട് ശരിയാവില്ല, ക്ലാരിറ്റി കുറവാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തിടും എന്നാലോചിച്ച് നിന്നതാണ്. അപ്പം നമ്മുടെ കുരുമുളക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇന്ന് രാവിലെ കറണ്ടില്ല, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കിനും പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ, എൻ്റെ ഗാർഡൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മനസ്സിലൊരിത് തോന്നിയത്, ഒന്ന് ഗാർഡൻ മുഴുവനും ഒന്ന് കാണിച്ചാലോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പം ഞാൻ എൻ്റെ വീടും അതുപോലെ തന്നെ എൻ്റെ ചെടികളെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഞാനില്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരാന്തയുടെ മുകളിൽ അതായത് നമ്മുടെ മേലെ ഓടിട്ട ആ ഒരു പട്ടിക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മരത്തിൻ്റെ ആ സൈഡിലെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ചെടികൾ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരുപാട് മണി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കോളിയസിൻ്റെ കളക്ഷൻ, കോളിയാസ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ വന്നതിന് ശേഷം കുറേയൊക്കെ നശിച്ചു പോയി. പിന്നെ ബാലൻസ് വന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് നല്ല തണ്ടുകളെടുത്ത് ഒന്നും കൂടി വെച്ച് പിടിപ്പിച്ച് ഇപ്പം നന്നായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ബിഗോണിയാസിൻ്റെ വേറെയൊരു ടൈപ്പാണ് കേട്ടോ. അപ്പം ബിഗോണിയെല്ലാം ഒരുപാടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, പക്ഷേ എന്ത് ചെയ്യാനാ, മഴ വരുന്ന സമയത്ത് ഞാൻ മഴയത്തുനിന്ന് മാറ്റി വെച്ചു. പക്ഷേ എന്നിട്ടും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാം കുറേയെല്ലാം അങ്ങ് ചീഞ്ഞ് നശിച്ചു പോയി. അപ്പോൾ ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ നമ്മുടെ വരാന്തയുടെ 2 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ ഒരു 2 സ്റ്റെപ്പിൽ മുകളിലും താഴെയായിട്ട് നമ്മൾ നല്ല അടുക്കി വെച്ചിട്ട് ഞാൻ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിങ്കോണിയം വെറൈറ്റി ഉണ്ട്, അഗ്ലോണിമാസ് ഉണ്ട്, കലാത്തിയ, അതുപോലെ തന്നെ നമ്മുടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നമ്മളെ കലേഡിയത്തിൻ്റെത്, അതുപോലെ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ബിഗോണിയ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്തു. ബിഗോണിയാസ് എല്ലാം ഒരു സെക്ഷൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂക്കൾ ഉണ്ടാകുന്നത് എൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്. മഴ വന്നതിന് ശേഷം കുറേ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ നശിച്ചു പോയി. പിന്നെ കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലത്തെ ഭാഗത്ത് തികച്ചും നമ്മുടെ മണി പ്ലാന്റ് പോട്ട്സിലാക്കിയിട്ട് ഹാങ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം വളർന്ന് നല്ലോണം നീളം വെച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത്
നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെക്കാനുണ്ട് അത്രേ. പിന്നെ ഇതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്, കാരണം ഇതെല്ലാം എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടാവുമല്ലേ. അപ്പം ഞാൻ കൂടുതലും ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനൽസിലൂടെ ഞാനും നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചെടികൾ സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോസ് ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുണ്ടാവുമെന്ന് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാവുമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് ബാസത്തിൻ്റെ ഹൈബ്രിഡാണ്. അപ്പോൾ കുറേ ചെടികളുണ്ട്. അപ്പം ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ള് വെയിലാണെങ്കിൽ ഒരു സൈഡ് മൊത്തം തണലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം കൊണ്ട് ചെടികളിൽ പൂക്കളും കുറച്ച് കുറവാണ്. അപ്പോൾ ആ പൂക്കളൊക്കെ നമുക്ക് ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറേ സ്പേസ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് കുറച്ച് ക്ലീൻ ചെയ്ത് അവിടെയുള്ള പുല്ലും മറ്റെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ട് കുറേ ഭാഗം അങ്ങനെ ചെടികൾ വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുവച്ച ചെടികളാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു നേരം പോക്ക് മാത്രമല്ല, എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹോബി കൂടിയാണ് ഈ ഗാർഡനിങ്. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആത്മാർത്ഥതയോടെ ലൈഫിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യമല്ല, എന്നാലും ഞാൻ കൂടുതലും ആത്മാർത്ഥത കാണിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഗാർഡനിങ് കേട്ടോ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് എന്തിനുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ എൻ്റെ ഒരു അത്രയും പ്രധാനപ്പെട്ട ഒരു ലൈഫിൻ്റെ പാർട്ടാണ് എൻ്റെ ഈ ചെടികളോടുള്ള ഒരു താല്പര്യം. അപ്പം ഞാനതെൻ്റെ ലൈഫിൻ്റെ ഒരു റൂട്ടീനാക്കി മാറ്റിയത് കൊണ്ട് തന്നെ എനിക്ക് ഈ ചെടികൾ നടുമ്പോഴും അത് ക്ലീൻ ചെയ്ത് പുതിയ പൂക്കൾ ഉണ്ടാവുന്നത് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെടികൾ മാറ്റി നട്ടാലും നമുക്കതൊരു മടുപ്പായിട്ട് തോന്നൂല. എല്ലാവരും സൈലൻ്റായിട്ടിരിക്കുന്നുണ്ട്. ആളാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സൈലൻ്റായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗാർഡൻ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും.